എന്റെ ചിത്രം വരച്ചത് നിർത്തിട്ടാ. ചിത്രല്ലടാ, ഞാൻ കാര്യം പറഞ്ഞതാ. ഈ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. അത് ശരിയാ. അങ്ങനെ അവൻ ഒന്നും തിന്നാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് വീടിന് മുറ്റത്ത് ബെൻസ് കിടക്കുന്നത്. പിന്നെ അല്ല, ഇതൊക്കെ ആർഭാടല്ലേ? പിന്നെ ആഴ്ചക്ക് ഒരു വട്ടം പുറത്തുനിന്ന് കഴിക്കുന്നല്ലേ വലിയ ആർഭാടം. എടാ 4-5 കൊല്ലമായിട്ടാണ് ഞാൻ കാണുന്നതല്ലേ. നീ ഇവിടെ തിന്നാണ്ട് ഈ പിഷ്കി ഉണ്ടാക്കി ജീവിച്ചിട്ട് ഇത്രയും കൊല്ലത്തിലെടുക്ക് എന്തുണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ നാട്ടിലെ പല കാര്യങ്ങളും നടന്നു പോണില്ലടാ. ഇങ്ങനെ നടന്നു പോയാലേ വൈകാതെ ഇരുന്ന് പോകും കേട്ടാ. അതന്നെ, അന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ശമ്പളം കിട്ടിയാലും തിന്നാണ്ടും കുടിക്കാണ്ടും പിഷ്കി എടുത്ത് വെച്ചിട്ട് നാട്ടിലേക്ക് അയക്കും. എന്നിട്ടോ സ്ക്രീനിൽ കാണുന്ന ഫുഡിന്റെ വീഡിയോ കണ്ടിട്ട് റൂമിലിരുന്നിട്ട് വെള്ളം ഉറക്കും. ആ അതാണ്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാതെ പനഡോളും കഴിച്ചിരിക്കും. ചെലവ് ചുരുക്കാനാന്ന് പറഞ്ഞിട്ട് പരിപ്പ് കറിയും ചോറും കഴിക്കും. എല്ലാത്ത ജന്മം തന്നെ. അതിനെന്താ, അതൊക്കെ നാട്ടിലുള്ളവർക്ക് വേണ്ടിട്ടല്ലേ. എടാ, ഈ തിന്നാണ്ടും കുടിക്കാണ്ടും നാട്ടിൽ അയച്ചു കൊടുക്കുന്ന ത്യാഗത്തിന്റെ കണക്കേ അന്റെ മനസ്സിലുണ്ടാവുള്ളൂ. ഈ നാട്ടിലുള്ള വാങ്ങിയാരുടെ മനസ്സിലുണ്ടാവില്ല. ശമ്പളം കിട്ടി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവനവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കുകയും അതൊക്കെ ചെയ്താലല്ലേ ജീവിതം ഹാപ്പി ആവുള്ളൂ.